1 hour മറ്റേ ഇത് ചെയ്യുന്നില്ലേ ഫ്രോക്കിന് നമ്മളിങ്ങനെ ഫ്ലവർ ഇങ്ങനെ സെറ്റ് ചെയ്യാനായിട്ടാ. അപ്പൊ ഇങ്ങനെ ഫ്ലവർ സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. സാധാരണ നമ്മൾ വാങ്ങിയിട്ടാ വെക്കാറ്, പക്ഷെ നമുക്കിപ്പോ ഷോപ്പിൽ പോയി വാങ്ങാനുള്ള സമയമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കൈ കൊണ്ട് ഉണ്ടാക്കാണ് പെട്ടെന്ന്. നമ്മുടെ ഡിസൈൻ കുട്ടികൾ സെറ്റ് ആക്കണമെന്ന് കാണിക്കാട്ടാ. ഫ്ലവർ ഇട്ടു, അതിന് അങ്ങനെ ഫോൾഡിങ്ങിൽ വെക്കുക. അതിനുശേഷം എങ്ങനെയാ ഷേപ്പ്. ഡിസൈനേഴ്സ് ഒക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആൾക്കാരായിട്ടാ. ഒരു മാർക്കും ഒന്നിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവര് ഫുള്ള് ഇങ്ങനെ കട്ട് ചെയ്ത് സെറ്റ് ആക്കി എടുക്കും. ഇനി ഇവരേന്ന് കുറെ കാര്യങ്ങൾ എനിക്കും പഠിക്കാനുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 20 വർഷമായാലും ഇവർക്കും ഏകദേശം 20 വർഷമൊക്കെ എക്സ്പീരിയൻസ് കൂടുതലാണ് കണ്ടിട്ട് തോന്നണത്. പക്ഷെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നിങ്ങൾ പഠിച്ചത്? JFD എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട്, GFD എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. പക്ഷെ ഇവർക്ക് ഓട്ടോമാറ്റിക്കലി ഇതിനെ പറ്റി ഇതുപോലെ തുന്ന. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പുതിയ ഓണത്തിന്റെ കുറെ ഐറ്റംസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. പോയി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റൂട്ടാ. നമുക്ക് ഏറ്റവും ബെസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് വാങ്ങാൻ പറ്റും. അത് വെറൈറ്റി ആയിട്ട് എല്ലാവരും ഓണത്തിന് വെറൈറ്റി ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പുതിയ പുതിയ ഇത് ഇടുന്നുണ്ട്. അത്യാവശ്യം സ്റ്റോക്ക് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. റെഡി ടു ഡിസ്പാച്ച് ആയിട്ടുള്ള കുറെ ഐറ്റംസ് ഉണ്ട്. ഓണത്തിന്റെ ഒരുപാട് ഡിസൈൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ജസ്റ്റ് വാങ്ങാൻ പറ്റില്ലെങ്കിലും പേജ് ഒന്ന് പോയി നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ദക്ഷിണ അനിഷ്ബാൽ ഡിസൈൻസ് എന്നാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ പേജ്. അതിൽ പോയിട്ട് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഫുള്ള് നമ്മളുടെ പുതിയ അപ്ഡേഷൻസ് ഫുള്ളായിട്ട് കാണാൻ പറ്റും. ഈ വലിയ വീഡിയോ കാണാൻ സമയമില്ലാത്ത ആൾക്കാർ ചെറിയ വീഡിയോ വേണമെങ്കിൽ ഷോർട്ട് വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ കാണാൻ പറ്റും. പിന്നെ അത് പഠിക്കാനും കാര്യങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അത് DM ചെയ്താൽ മതി കേട്ടോ. മതി ആക്കിയില്ലേ. ആ ഫ്ലവറൊക്കെ ഇതുപോലെ ഓരോന്നോരോന്ന് ചേർത്ത് വെച്ചിട്ടൊരു 10 എണ്ണമൊക്കെ വെച്ചിട്ട് ചേർത്തിട്ട് ഇങ്ങനെ തുന്നി ഇങ്ങനെ പിടിപ്പിക്കുക കേട്ടോ. ഫുള്ള് ഇതായിട്ട് ബഞ്ച് പോലെ ആയിട്ട് 4-5 ഫ്ലവറാണ് നമ്മൾ ചെയ്യണത്. ഒരു 5-6 ഫ്ലവറിന് ഫ്രണ്ടിൽ വെക്കാവുന്ന രീതിയിൽ. പിന്നെ ടൈമും കുറവായി കാരണം കുറച്ച് നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കസ്റ്റമർക്ക് 12:30-ക്കാണ് കേക്ക് മുറിക്കൽ. ഇപ്പോൾ ഏകദേശം 12:30 ആവാറായിട്ടുണ്ട്. കസ്റ്റമറുടെ താഴെ വന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ ആള് ഞാൻ കയറി വരാൻ പറഞ്ഞു ഷോപ്പിലേക്ക്. കാരണം ഇത് ചെയ്യുന്നുള്ളൂ. സ്റ്റിച്ചിങ് അവിടെ താഴെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഫ്ലവറുകൾ ബഞ്ചായിട്ട് സെറ്റ് ചെയ്യണു. നമ്മുടെ ഫ്ലവറിന്റെ തുന്നി വെച്ച് തുടങ്ങി. വർക്ക് കഴിഞ്ഞു. കസ്റ്റമർ താഴെ വന്നിട്ടുണ്ട്. 5 മിനിറ്റ് ടൈം തന്നിട്ടുള്ളൂ. അതിനുള്ളിൽ വെക്കണം. കേക്കൊക്കെ കൈ പിടിച്ച് നിൽക്കണത്. സെയിം കളർ കേക്ക് വാങ്ങിയിട്ട് ഫ്രോക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞതാ നമുക്ക് സമയമില്ല, ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ. ആള് തൃശ്ശൂരുള്ള എല്ലാ കടയിലും പോയിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നത് കിട്ടില്ല. ഇവിടെ നിന്ന് ചെയ്താൽ മാത്രം അവർക്ക് ഇഷ്ടപ്പെടുള്ളൂ. അവരെ കല്യാണത്തിന്റെ വർക്കുകൾ അതുപോലെ എല്ലാ വർക്കുകളും നമ്മൾ ഇവിടെ ചെയ്യാറ്. പക്ഷെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഇല്ല എന്ന് പറഞ്ഞാലും പിന്നെ ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. സ്ഥിരം വരുന്ന കസ്റ്റമർക്ക് ചെയ്യാതിരിക്കാനും പറ്റില്ലല്ലോ. അപ്പൊ അത് കാരണം നല്ല ഫ്ലവർ ഫുൾ സെറ്റ് ചെയ്തിട്ട് ഇപ്പൊ കൊടുക്കാൻ പോകട്ടെ അവർക്ക്. ഫുൾ കഴിഞ്ഞിട്ട് കാണിക്കുന്നു. അപ്പോൾ ആൾ വന്ന് ആൾ കൊടുക്കുക. കുറച്ചും കൂടി ഒരു ഭംഗിയാക്കാനുണ്ട്. അതിൻ്റെ ഒരു ബാക്കിൽ ടൈൽ പോലെ വയ്ക്കുക. പെട്ടെന്ന് ചെയ്യാനും കാണുമ്പോൾ ഒരു ഭംഗിയാവട്ടെ എന്ന് വെച്ചിട്ട് ഒരു ടൈൽ വെച്ചിട്ട് കുറച്ച് വൈറ്റ് ഫ്ലവറും കൂടി ആഡ് ചെയ്യാന്ന് വെച്ചാൽ ബർത്ത്ഡേ ഉടുപ്പല്ല. അപ്പോൾ ടെമ്പററി ആയിട്ട് വെക്കുന്നത്. അത് കഴിഞ്ഞാൽ ഊരാന്ന രീതിയിൽ. ചേട്ടൻ ഇത്ര വെയിറ്റ് ചെയ്താലും ഭയങ്കര ഹാപ്പിയാണ്. ആൾ ഉടുപ്പ് കൊണ്ടിപ്പോൾ ഹാപ്പിയായി. ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര ഭംഗിയായിട്ട് ചെയ്തിരുന്ന അവർ വിചാരിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ ആൾ ഭയങ്കര ഹാപ്പിയില്ല. ആളെ കൊണ്ട് എന്നെ അത് പിടിപ്പിച്ചിട്ടാണ് 4 പേരും ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ഇങ്ങനെ അതുമ്പോൾ തുന്നി സെറ്റാക്കി കൊടുക്കുന്നു. എങ്ങനെയൊക്കെ ഇടണ്ട, എങ്ങനത്തെ രീതിയിലൊക്കെ വെക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് സെറ്റ് ചെയ്യുന്ന സിമ്പിളായിട്ട്. അപ്പോൾ ആൾ നല്ല ഹാപ്പിയായി. ഇത് വർക്ക് കഴിഞ്ഞു ഇതൊക്കെ ഉണ്ട്. നല്ല ഇതിൽ ആൾ ഭയങ്കര ഹാപ്പി ആട്ടോ. അപ്പോൾ ഇതുപോലത്തെ അർജൻറ്റ് വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഉടുപ്പുകളോ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതുപോലത്തെ ഫ്രോക്കുകൾ വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. പക്ഷേ പരിപാടിയുടെ തലേ ദിവസമോ പിറ്റേ ദിവസമോ വരരുത്. കുറച്ച് ദിവസം മുന്നേ വരാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ഭംഗിയായിട്ട് ചെയ്തു തരാൻ പറ്റും. ഇപ്പോൾ ഈ ഫ്രോക്ക് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയും നന്നായിട്ടില്ലേ. നമ്മളൊരു 1 hour ടൈമിനുള്ള അത് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഓർഡറുകളൊക്കെ ഉണ്ടെങ്കിൽ ദക്ഷിണേനെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ.